മാവ് മുത്തശ്ശി ഇത് കേട്ടിട്ടുണ്ടോ? മാവ് മുത്തശ്ശി 2 പേരുണ്ടായിരുന്നു കേട്ടോ. മാവ് മുത്തശ്ശിമാർ 2 പേരുണ്ടായിരുന്നു. ഒരു മുത്തശ്ശിയെ നേരത്തെ മുറിച്ച് കേട്ടോ. അപ്പോൾ ഈ മുത്തശ്ശി ഉണങ്ങി നിന്നിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ. അപ്പോൾ ഇന്നാൾ കഴിഞ്ഞ ആഴ്ച എല്ലാവരും കൂടെ അവിടെയൊക്കെ നിന്ന് എന്താ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും പേപ്പറിനകത്തൊക്കെ വന്നായിരുന്നു. ഇത് അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പുറത്ത് കടയുണ്ട്. അറിയാൻ പറ്റത്തില്ല. വണ്ടിക്കാരൊക്കെ പോയാൽ മണ്ടയിലൊക്കെ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പം കറണ്ട് പോയി. അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് ഇവർ മാവ് മുറിക്കാൻ വന്നതാണ്. നമ്മുടെ മെമ്പർ കൊച്ചാണ് നിൽക്കുന്നത് കേട്ടോ. സ്മിതക്കുട്ടിയാണ് നിൽക്കുന്നത്. നല്ല പണിയായിരിക്കും. ഇത്തിരി നേരം എടുക്കുമായിരിക്കും. നമുക്ക് കറണ്ടും വരാൻ ഇത്തിരി നേരം എടുക്കുമായിരിക്കും. ലൈൻ ഓഫാക്കിയിട്ടല്ലേ ഇവർ മാവ് മുറിക്കുന്നേ. മൊബൈലിൽ കുത്തി വന്ന് മറിഞ്ഞു വീഴരുത് കേട്ടോ. കറണ്ട് പോയി. ഞാൻ അങ്ങനെ ഇറങ്ങി നോക്കിയതാ. കറണ്ട് പോയത് എന്താണ്? ആണോ? കറണ്ട് പോയി. നമ്മുടെ മെമ്പർ കുഞ്ഞാ വരുന്നത്. വ്ലോഗ് ചെയ്യാണ്. ഞാൻ കറണ്ട് പോയത് കൊണ്ടേ ഒന്ന് നോക്കിയാ. എന്തുണ്ട്? സെറ്റാണല്ലോ. ഞങ്ങൾ ലൈവ് പോവാ. ഞങ്ങളുടെ മെമ്പർ കുട്ടിയാണിത് കേട്ടോ. സ്മിതക്കുട്ടി. എന്താ വേറെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു? മഴയായിട്ട് ഒന്നും പറയണ്ട. ഓട്ടോ രാവിലെ അംഗനവാടി കമ്മിറ്റി വേറെ സഞ്ചയനം പരിപാടികൾ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ കണ്ണൻചേട്ടനുണ്ട്. കടലുണ്ട്. റോഡ് ബ്ലോക്ക് ആക്കി കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ വണ്ടി തിരിച്ച് പോകാൻ ഇട്ടേക്കുമായിരിക്കുന്നത്. പക്ഷേ അവർ വേറെ വണ്ടിയൊന്നും വരാതിരിക്കാൻ വേണ്ടി തിരിച്ചിട്ടതാണ്. മാമന്മാർ ദേ മുറിക്കുന്നു. പഴയ മെമ്പറും പുതിയ മെമ്പറും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ മെമ്പർമാരും ഉണ്ട്. എൻ്റെ സഹകരണം കൊണ്ട് കൂട്ടത്തിൽ. ഇത്തിരി നേരത്തെ പരിപാടിയായിരിക്കാം കേട്ടോ. ആഹാ, നന്നായിട്ട് ഉണങ്ങിയിരുന്നത് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിരുന്നത്. ആരും ടി വി കാണണ്ട. ഒരു കേബിളും മുറിച്ചു. ഇത്രയൊന്നും മുറിപ്പിക്കാൻ വേണ്ടുന്ന ആരുടെയൊക്കെ കാലും കൈയും പിടിച്ചിട്ടായിരിക്കാം ഇത്ര പെട്ടെന്നൊക്കെ കാര്യം സാധിച്ചത്. അതാണ് നമ്മുടെ മെമ്പർ കുട്ടി പറഞ്ഞത് കേട്ടോ. ആരുടെയൊക്കെ കാലും കൈയും പിടിച്ച് ആരുടെയൊക്കെ തെറി കേട്ടോ ഇത്ര പെട്ടെന്ന് കാര്യം സാധിച്ചു കിട്ടിയത്. അതൊന്നും ബാക്കിയുള്ളവർ അറിയുന്നില്ല. നന്നായിട്ട് ഉണങ്ങി നിൽക്കുക കേട്ടോ. കുലുക്കമുണ്ട്. നീളം കൂടുതലായതുകൊണ്ട് മേളിൽ കയറി
വെട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത്രയും വലിയ മാവായതുകൊണ്ട് പിടിക്കണ്ടേ, കൈ എത്തി പിടിക്കാനൊന്നും ഒക്കത്തില്ല, പാടാ. കയറിനകത്തായിരിക്കും തൂങ്ങുന്നവർ. വലിയ മാവായതുകൊണ്ട് പിടിച്ച് പിടിച്ച് കയറണ്ടേ, കയ്യിലൊതുങ്ങത്തില്ലല്ലോ ഈ മാവ്. ഞാനിവിടെ നിന്ന് ചിരിക്കുന്ന ഭഗവാനെ, ഭയങ്കര. വനമുത്തശ്ശി, വനമുത്തശ്ശി അല്ല, മാവ് മുത്തശ്ശി. ഇത് അതെ, സത്യം. മണ്ട മുറിച്ച് നിർത്തിയതാണ് കുഴപ്പമായത്. വെറുതെ മണ്ട മുറിക്കണ്ടായിരുന്നു. ഞങ്ങൾ മാങ്ങയെങ്കിലും വീഴുമ്പോൾ പറക്കി തിന്നേനെ. എന്തൊരബദ്ധം ഇവർ കാണിച്ചത്. നല്ല മാങ്ങയായിരുന്നു കേട്ടോ. പക്ഷേ അപ്പുറത്ത് വീട് വന്നപ്പോൾ അങ്ങോട്ട് കിടന്നത് കൊമ്പല്ല. അവർക്കത് ദോഷമല്ലേ. കയറട്ടെ, മേളിലോട്ട് കയറട്ടെ പുള്ളി. ഇത് തന്നെ ഞാൻ ഒരു പാവം പിടിച്ചവൻ നിൽക്കുന്നുണ്ടോ. ഒരു ഹായ് കൊടുത്തേ. പാവം പിടിച്ചവൻ വീഡിയോ എടുക്കാന്നറിയപ്പം പോകാൻ പറ്റത്തില്ല. ഇല്ല, ഒരു പാവം പിടിച്ചവൻ കണ്ടോ. വീഡിയോ എടുക്കാന്നറിയപ്പോൾ ഹെൽമെറ്റ് താത്തിട്ട് ഗ്ലാസ് ഒക്കെ കേട്ടോ.
എന്തെങ്കിലും സംഭവിച്ചോ? നല്ലോണം ഉണങ്ങി നിന്നേത്. മാങ്ങ തന്നെയാണോ? ആ വെള്ളം കൊണ്ട് മഴ ആയതുകൊണ്ടേ ഞാനിവിടെ കയറി നിന്നേത്. നമ്മുടെ മുത്തശ്ശി വീഴാൻ പോകുന്നു കേട്ടോ. ആ ആ ആ ആ ആ ആ ദേ വീഴുന്നു, ദേ വീഴുന്നു. ആ